പിന്നെ എന്നെ നീ സുരേഷ് ഗോപിയാക്കി കളിയാക്കി സംസാരിച്ചതിന്റെ പേരിൽ ഇനി നിനക്കൊരു മണിക്കൂർ പോലും ഇളവ് അനുവദിച്ചു തരാൻ എനിക്ക് താല്പര്യമില്ല. സാറേ, എനിക്ക് തോന്നുമ്പോ ഞാൻ ഒന്ന് ജപ്തി ചെയ്യും. ചേടാ, ഇക്കാലത്ത് മുഖസ്തുതിക്കൊന്നും ഒരു വിലയില്ലേ. ആശാനെ, ആശാന്റെ ഇപ്പത്തെ ഇരിപ്പ് കണ്ട സാക്ഷാൽ മമ്മൂട്ടിയെ പോലെ തന്നെയുണ്ട്. സത്യാശാനെ, സൂര്യമാനസത്തിലെ മമ്മൂട്ടി. ഇപ്പൊ ഒരു തരം മുഖസ്തുതി പറഞ്ഞ് വീഴിക്കാൻ നോക്കിയേ ചെവി പുളിക്കെ തെറിയിട്ടിരിക്കാൻ ഞാൻ. അപ്പോഴാണ് അവൻ എന്നെ പഠിപ്പിക്കാൻ വന്നത്. റൂമിൽ ഓടാ. എളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ ജപ്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവന് വിളിക്കാൻ കണ്ട നേരം ക്ലൈമാക്സും കൊളവാക്കി. എന്താടേ? എടാ സുനിച്ച, എത്ര നാളെടാ രണ്ടെണ്ണം അടിച്ചിട്ട്? ഇവിടെ ഇങ്ങനെ പരുവത്തിലിരുന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ. അതിന് എടാ ഒരു പൈന്റ് മേടിച്ചാടാ. എന്റെ അമ്പോട്ട, എന്റെ കയ്യിൽ 5 കാശില്ല. ഓ എടാ, കാശൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. നീ സാധനം വാങ്ങി ആരും അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. എവിടേക്ക്? നമ്മുടെ യവനികയിലേക്ക് കൊണ്ടുപോടാ. യവനികയിലേക്കോ? ആശാൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഓ, സുഹാസിന് ചേച്ചി ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ച് ഈ കണ്ട കൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. അല്ലേ തന്നെ ഇപ്പൊ അങ്ങേർക്കെന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഇനി തനിക്ക് കള്ളും കൂടെ മേടിച്ചു തന്നാ അങ്ങേരെന്നെ ആ വീടിന്റെ പരിസരത്ത് കയറ്റൂല. എടാ സുനിച്ച, അറിയില്ലടാ. താൻ അറിയില്ല, പക്ഷെ താൻ അടിച്ചു കഴിഞ്ഞാ ഈ പഞ്ചായത്ത് മുഴുവൻ അറിയും. അല്ലെങ്കിൽ താൻ അറിയിക്കും. എടാ സുനിച്ച, നീ സാധനം എടുത്തു കൊണ്ടുപോടാ. എനിക്ക് കഷായം കൊണ്ടുവരുന്ന സമയ. എടാ കനകന, നമ്മുടെ അതിന്റെ ചുമതല. അവന്റെ കണ്ണു വെട്ടിച്ച് കഷായത്തിന് പകരം നീ മദ്യം ഒഴിച്ചു വെച്ചാ മതി. അവനതെനിക്ക് കൊണ്ടുവന്ന് തരും. അപ്പൊ കാശോ? എടാ, ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? നീയേ നമ്മുടെ ആ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്ക്. ആയുസ് അവൻ തരുവോ? അല്ല, കാശ് അവൻ തരുവോ? ഞാൻ പറഞ്ഞു എന്ന് നീ പറഞ്ഞാ മതി. കാശ് അവൻ തന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. മദ്യപാനമാണെടൂ മനസ്സിനൊരാനന്ദം. എന്തായാലും ക്ലൈമാക്സൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്റെ ചേട്ടാ, വൈകുന്നേരത്തേക്കെങ്കിലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? കൊറേ നേരം വന്നിട്ട്. അതിന് നീ വന്നത് സാധനങ്ങൾ മേടിക്കാനാണോ? മൊബൈലിൽ കളിക്കാനല്ലേ? കളിച്ച് നീ അങ്ങ് പൊക്കോളെന്നാ ഞാൻ കരുതിയത്. കളിയും കഴിഞ്ഞങ്ങ് വീട്ടിൽ ചെല്ലുമ്പോ ചോറ് വിളമ്പി തരാനേ. എന്റെ വീട്ടില് IM വിജയന്റെ അമ്മയെ പോലെ ഒരു പാവം അമ്മയല്ലേ ഇരിക്കുന്നത്. പിന്നെ പൂതനയാ പൂതന. അരി സാധനങ്ങൾ കൃത്യമായിട്ട് അങ്ങ് എത്തിയില്ലെങ്കിലേ ഇന്നെനിക്ക് ചോറ് തരത്തില്ല. കണ്ടില്ലേ, കറക്റ്റ് 600 രൂപ മാത്രം. ഇതിന്ന് 10 പൈസ കമ്മീഷൻ അടിക്കാൻ പറ്റത്തില്ല. നിനക്ക് എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറ. അരിക്കെന്താ വില? 38. നിലവാരം കുറഞ്ഞതിന് 28. അതിലും കുറഞ്ഞതിന്? ഇത് നിനക്ക് കഴിക്കാനാണോ അതോ കൊണ്ടുപോയി കോഴിക്ക് കൊടുക്കാനാണോ? രണ്ടായാലും കണക്കായേട്ടാ, ഇവന്റെ കാര്യമല്ലയോ. ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങ്, കൊണ്ടുപോ. എന്റെ കുഞ്ഞെ, ഇവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയായിട്ടിരിക്കുന്നത്. ഇതിലും കുറഞ്ഞ ക്വാളിറ്റി പോകും. എന്ത് ക്വാളിറ്റി? അതെ, ഈ ചീപ്പ് റേറ്റ് കിട്ടുന്ന ഉപ്പ്, മുളക് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കണം. എന്നാലല്ലേ എനിക്ക് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടും. സ്വന്തം വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് കമ്മീഷൻ അടിക്കുന്നോടാ മഹാഭാവി. ഹലോ ഡാ ഉണ്ണി, ഞാൻ പമ്പജാശനെ അറിഞ്ഞിട്ട് വിളിക്കുക. തെറ്റില്ല ഡാ, അമ്പുജാശം പറഞ്ഞിട്ട് വിളിക്കുക. അങ്ങനെ എന്താ കാര്യം? ഡാ ഉണ്ണി, നിന്റെ മണി വേണം. എന്തോന്ന്? ഡാ ഉണ്ണി, നിന്റെ ഈ കാശ് വല്ല ഇരിപ്പുണ്ടോന്ന്, അത് വേണമെന്ന്. മണി. ഓ, അതായിരുന്നു കാശ്. അതിന് പറഞ്ഞ മരുന്നൊക്കെ ഞാനിവിടെ എത്തിച്ചായിരുന്നല്ലോ. കൊട്ടൻ ചുക്കാതി, പിണ്ണതൈലം, മുറിവെണ്ണ, വിപ്ലവാരിഷ്ടം, ആവണക്കെണ്ണ തൊട്ട് കടുക്ക കഷായം വരെയുള്ള എല്ലാ മരുന്നുകളും ഞാനിവിടെ എത്തിച്ചായിരുന്നു. പിന്നെ പുറത്ത് പുരട്ടാനുള്ള ആയുർവേദ മരുന്നും ഇവിടെ എത്തിച്ചായിരുന്നു. കടുക്ക കഷായോ? അതാർക്കാ? അമ്പുവേട്ടൻ തന്നെ. എടാ, പുറത്തേക്കല്ല, ഇതകത്തേക്കാണ്. മങ്കർണി. എന്നുവെച്ചാ? എടാ പൊട്ട, പൈന്റ് വാങ്ങിക്കാനെന്ന്. ഈശ്വര, ഇയാള് കുടിച്ചു എന്നെ കൊല്ലും. എന്താ ചെയ്യാ?
പൈന്റിന് കാശ് കൊടുത്തില്ലെങ്കിൽ എന്റെ അഭിനയത്തിന്റെ അഡീഷണൽ ഫിറ്റിംഗ്സിന്റെ കാര്യം കുഴപ്പമാവോ? ഹലോ ഹലോ അഡീഷണൽ ഫിറ്റിംഗ്സ് കിട്ടും വരെ കയ്യിൽ നിന്ന് കാച്ചിറക്കി കളിച്ചേ പറ്റൂ. ഹലോ 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 ടെസ്റ്റിംഗ് ഹലോ ഹലോ ചെക്ക് 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 ചെക്ക്. എന്തുവാണ്? എടാ ഉണ്ണി, ഒരു നിമിഷം ഞാൻ സ്റ്റേജിലാന്ന് ഓർത്തു പോയടാ. എടാ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്തോടെ പഴയ കമ്പിളിപ്പതപ്പ് അഭിനയിച്ച് കാണിക്കുന്നു? കൊണ്ടുവരാം, പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, ഐ കാൻ ബിലീവ് ദാറ്റ്. ഓ, അങ്ങനെ ഇന്നത്തെ കാര്യം കുശാലായി. 10 ദിവസം വീട്ടുകാർ പട്ടിണി കിടന്നിട്ടായാലും വേണ്ടില്ല, അഡീഷണൽ ഫിറ്റിംഗ്സ് ഞാൻ വാങ്ങിച്ചാണോ? എടാ അപ്പൊ നിനക്ക് സാധനങ്ങളൊന്നും വേണ്ടടാ. അടുത്ത ഒരാഴ്ചത്തേക്ക് ഫുൾ ഫാമിലി ഉണ്ണാവൃതത്തില്ല. അത് പറയാം അമ്മയെ വിളിച്ചത്, ഒന്നും വാങ്ങണ്ട. അപ്പൊ ശരി. ഓ കഷ്ടം. ഇവനൊക്കെ പാകിസ്ഥാനിലേക്ക് കയറ്റി വിടണം. ഇന്ത്യ തോക്കെടുത്ത് യുദ്ധം ചെയ്യണ്ട, അവന്മാരൊക്കെ താനേ തോറ്റോളൂ. ഈശ്വര, കള്ളനാന്നും പറഞ്ഞ ആരും തല്ലല്ലേ? ഇത് നടുതളർന്ന് കിടക്കുന്ന സുഹാസിനി ചേച്ചിക്ക്, നടുവെട്ടി കിടക്കുന്ന ഹേമ ചേച്ചിക്ക്. ഇത് പിന്നാമ്പുറം അങ്ങാടിപ്പുറമായി കിടക്കുന്ന അമ്പൂനും. എന്റെ അമ്പോണ്ണ, നിങ്ങളുടെ ടൈം ബെസ്റ്റ് ടൈം. എന്ത് ടൈമിങ് കണ്ടില്ലേ? മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോടാങ്കി ലേശം വെള്ളമില്ല. നിങ്ങൾ ഇന്ന് വീൽ ചെയറിൽ നിന്ന് ഇറങ്ങി എഴയും. അളവ് ക്ലാസ് എവിടെ വെച്ച്? കനകന്റെ കണ്ണ് വെട്ടിക്കാനുള്ള വഴി അവൻ തന്നെ ഉണ്ട്. അമ്പൂട്ട, നിങ്ങളുടെ ടൈം. കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചേക്കാം, പെട്ടെന്ന് മാറണമെങ്കിൽ മാറട്ടെ. നമ്മള് കുറച്ചങ്ങോട്ട്, കുറച്ചും കൂടി ഉണ്ടാവോ? അമ്പോണ്ണ, നിങ്ങളുടെ ബുദ്ധി ഏറ്റു. നിങ്ങൾക്കുള്ള മദ്യം കഷായത്തിന്റെ രൂപത്തിൽ ഒരു കുബേര കൊഞ്ചി ഒഴുക്കി ഒഴുക്കി കൊണ്ടുവരുന്നുണ്ട്. ഈശ്വര, കണ്ണൊന്നും പോയിരുന്നാ മതിയായിരുന്നു. ഐ ക്യാൻ ബിലീവ് ദാറ്റ്. ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാന് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. വൈബ്രേഷന്റെ ഒരു കാര്യേ. അല്ല, യവനിക ഹോസ്പിറ്റലിലെ കനകൻ സാറാണോ? സാറോ? എന്നെ തന്നെയാണോ സാറെന്ന് വിളിച്ചത്? യവനിക ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് സാറല്ലേ? എവനിക ഹോസ്പിറ്റലല്ല, എവനിക തിയേറ്റേഴ്സ്. അല്ല, ഇവിടുന്ന് 3 വീൽ ചെയർ വാങ്ങിക്കൊണ്ടുപോയത് സാറ് തന്നെയല്ലേ? ഓ, അത് ഞാൻ തന്നെ. സാർ ഇനിയും വീൽ ചെയർ വേണ്ടി വരുമോ? ഇനി എത്രയെണ്ണം വേണ്ടി വരും? ഓ, തൽക്കാലം വേണ്ടി വരില്ല. ഇനി വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാറേ, അതായത് ഒരു ഉഗ്രൻ ന്യൂ ഇയർ ഓഫർ ഉണ്ടായിരുന്നു. 5 വീൽ ചെയർ ഒരുമിച്ചെടുത്താ 2 എണ്ണം ഫ്രീ. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി കുഴപ്പങ്ങൾ ഉണ്ടായാൽ തന്നെ 2 വീൽ ചെയർ കൂടിയേ വേണ്ടൂ, എനിക്കും എന്റെ ആശാനും. സാർ, 2 ആയിട്ടിരിക്കുന്ന നഷ്ടമാ. 1-2 കൂട്ടാൻ വല്ല മാർഗമുണ്ടോ? അത് കാല് തല്ലിയൊടിക്കാൻ വരുന്നവരോട് പറയേണ്ടി വരും. എന്നാ എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോ സാറെന്ന് വിളിച്ചത് എന്റെ ശവടക്ക് കാണാനാണല്ലേ? വെച്ചിട്ട് പോണത് പിന്നെ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ദിവസം തന്നെ 3 വീൽ ചെയർ ഒരുമിച്ച് വാങ്ങിയ ആദ്യത്തെ കസ്റ്റമറാ ഞാൻ. അപ്പോ ഇതും ഇതിന്റെ അപ്പുറം കേൾക്കേണ്ടി വരും. ഓ, ജ്യൂസ്. വീൽ ചെയറിലിരിക്കുന്ന രോഗികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്
കഷായ ടൈമാണ്. കഷായവുമായിട്ട് കനകനെത്തിയിട്ടുണ്ട്. കഷായം മറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഞ്ചസാരയോ കൽക്കണ്ടമോ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തിനാടാ പഞ്ചസാരയും കൽക്കണ്ടൊക്കെ? ആദ്യത്തെ ഒരു തുള്ളി ഇറക്കുമ്പോഴേ കുഴപ്പമുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാലും ആദ്യത്തെ ഒരു തുള്ളി ഇറക്കുമ്പോ ഒരു കുളിരുണ്ട്. ബാക്കിയൊക്കെ പൊക്കോളും. സീനിയോറിറ്റി അനുസരിച്ച് സുഖസിൽ ചേച്ചിക്കാ. എന്നാ കുടിച്ചോ. അല്ല സീനിയോറിറ്റി ഒന്നും ഇപ്പൊ നോക്കണ്ടടാ. വേണമെങ്കിൽ ആദ്യം ഹേമയ്ക്ക് കൊടുത്തോ. എനിക്ക് ഒരു പരാതി ഇല്ലടാ. ആദ്യം സുഹേച്ചി തന്നെ കുടിക്കട്ടെ. തർക്കം വേണ്ട. ആദ്യം സുഹാസിനി ചേച്ചി തന്നെ കുടിക്കേ. ആ കുടിക്കേച്ചേ. കുച്ച കുടിച്ചോ. കുച്ച കുടിച്ചോളൂ. ആ കുച്ച കുടിച്ചോ. എങ്ങനെയുണ്ട്? എന്താടാ കഷായത്തിന് വല്ലാത്തൊരു ചൊവ. അത് വല്ലേക്കാഞ്ഞിട്ടാ. ചേച്ചിയുടെ വായ്ക്ക് രുചിയില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ടാ. ഹേമേച്ചി. അല്ല എനിക്കിപ്പോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് നിർബന്ധമുണ്ടല്ലോ. 3 പേർക്കും കൃത്യമായിട്ട് കഷായം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാ ആശാൻ പോയത്. കുടിക്കേ. അല്ല ചെലപ്പോ കയ്പ് എന്നാലേ ഞാൻ ഛർദിക്കും. കൊഴപ്പില്ല, ഞാൻ ഛർദിൽ കോരിക്കോളാം. അയ്യേ ഈ അംബുജാഷനെ നോക്കി എനിക്കിപ്പോ ഒരു വൃത്തികേടും ഒരു കുഴപ്പമില്ല. കുടിച്ചേ. കുടിച്ചു നോക്കിയേ. ശ്രമിച്ചു നടക്കും. കുടിച്ചോ. സിമ്പിൾ അല്ലേ ഇത്? കുടിച്ചോ. അങ്ങ് മുടങ്ങും. കുടിച്ചോ. കുച്ച നല്ല സുഖം. അരിവെപ്പിന്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത പോലെ ഉണ്ട്. ഇനി അമ്പുവിന്റെ ഊഴാണ്. കയ്പ് കുഴപ്പമില്ലല്ലോ. എടാ വിപ്ലവാരിഷ്ടം കഴിക്കുന്ന എനിക്ക് ഈ കഷായ ഒരു പ്രശ്നമേ അല്ല. നീ അതങ്ങ് താടാ. ടച്ചിങ്സ് ഒന്നുമില്ലടാ കഷായത്തിനാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇത്തിരി മദ്യം ഇതിന് ചേർത്തിരിക്കുക. ഇതുകൊണ്ട് പൊലിപ്പിച്ച് തന്നേക്കണേ എന്റെ കല്ലുവാതുക്കൽ ദേവി. താടാ. എന്താ സൗണ്ട്? പട്ടിക്കാനാലും വീണ പോലെ ഉണ്ട്. ഒരു കുത്തലൊന്നുമില്ല. നല്ല സ്മൂത്ത് സാധനം. നല്ല ഒന്നാന്തര ആയുർവേദ മരുന്നാ. പറയും പോലെ പത്യം പിടിച്ച് ചിട്ടയായി കഴിച്ചാൽ നോക്കി നിൽക്കാൻ നിങ്ങൾ നീച്ചോടും. ചുട്ട കോഴി പറക്കണ പോലെ. ചേച്ചി ഇതെന്താ തലയ്ക്ക് പിടിക്കാത്ത മതി? എന്തേ? ദേഹോപദ്രവം തുടങ്ങിയോ? ഇവൾമാർക്ക് എന്താ പറ്റിയ? വെള്ളടിച്ച് തലയ്ക്ക് പിടിച്ച് എനിക്ക് തോന്നുന്നതാണോ? ഇരു കാലിനും 2 കൈക്കും നല്ല വേദനയുണ്ട്. ആശാൻ ഇവിടുന്ന് പുല്ല് നിന്നോ? എനിക്ക് വയ്യ. ആശുപത്രി പോവാ. അതല്ലെന്ന്, ഇതുപോലെ കഴുതേ പോലെ കിടന്ന് പണിയെടുക്കാൻ വയ്യെന്ന്. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ അത് നീ. എന്ത്? അല്ല നീ കഴുതയാണ് നീ. കഴുത കേക്കണ്ട. അത് ചിലപ്പോ മാനനഷ്ടത്തിനും കേസ് കൊടുക്കും. ആശാന് തമാശ. ഞാനിവിടെ എന്തൊക്കെ പണിയെടുക്കുന്ന ആശാൻ അറിയാമോ? തട്ടേ കർട്ടൻ വലിക്കാൻ വന്ന ഞാനാ ഇപ്പൊ അംബുജാഷിന്റെ വീൽ ചെയറിന്റെ ഡ്രൈവറാ. അതിന്റെ പുണ്യമൊക്കെ നിനക്ക് കിട്ടൂടെ? അത് കിട്ടുന്നുണ്ടല്ലോ അമ്പുവിന്റെ കയ്യിന്ന്. ആശാൻ അറിയോ, ഇവിടെ അമ്പുവിന്റെ ഭാര്യ ചെയ്യണ പല ജോലികളും ഞാനാ ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ലെന്ന് ആശാനെ, മലം, മൂത്രം, കഫം, തുപ്പല്, മൂക്കട്ട, അതിന്റെ കൂടെ പുളിച്ച തെറിയും സകല വൃത്തികേടുകളും ഇപ്പൊ ഞാനാ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, അമ്മാതിരിയുള്ള വൃത്തികേടുകളൊക്കെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ലോകത്ത് നിനക്ക് മാത്രമേ പറ്റൂ. ആശാനെ
ഒരൊറ്റ ചിരി കളിച്ചിരി ഞാൻ. ആശാന അറിയോ, ഇന്നലെ രാത്രി അമ്പു പറയാ ഞാൻ കൂടെ കിടക്കണമെന്ന്. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടിയുള്ളൂ. ഇങ്ങനെ പോയാ അങ്ങേരെ എന്റെ കഴുത്തിൽ ഒരു താലിയും കെട്ടി കൂടെ പൊറപ്പിക്കുമെന്ന് എന്റെ പേടി. ആ എനിക്ക് മതിയായി. ഇതാ എന്റെ രാജി. കൊള്ളാലോടെ നിന്റെ രാജി. എന്താ അത്? അമ്പുവിന്റെ രാവിലത്തെ കബും മലവും മൂത്രവും എന്താ ചായ്ക്കോ? കറക്റ്റ് ഒന്നും കിണറ്റി തന്നെ ചെന്ന് വീണു. ആശാനെ, ഇവിടെ ഉടനെ അടി ഒരു ഹോം നേഴ്സിന് ഏർപ്പാടാക്കണം. ഏയ് അതൊന്നും വേണ്ടേ, അതൊക്കെ പിന്നീട് വലിയ കുരിശായി തീരും. അല്ലെങ്കിൽ തന്നെ രണ്ട് കെട്ടിയിട്ട് മനുഷ്യനെ തലവേദന ഒഴിഞ്ഞിട്ട് നേരമില്ല. അതിന് ആശാനോട് ഹോം നേഴ്സിനെ കെട്ടണം എന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ ആശാനെ, ഇവിടെ രോഗികൾ 3 എല്ലാവരും കൂടി ഒരുമിച്ച് നോക്കാൻ എനിക്ക് പറ്റില്ല എന്നാ പറഞ്ഞത്. എടാ കനക, ഈ ഏമേ സുഹാസിനി എന്നും വീൽ ചെയറിൽ ഇരിക്കുന്നതാണോ നീ വിചാരിച്ചേക്കണം? എടാ അവർ ഇന്നല്ലെങ്കിൽ നാളെ അതിന് എഴുന്നേറ്റ് പോവില്ലേ? അസുഖം മാറി. അസുഖം ഉണ്ടെങ്കിൽ അത് മാറി അവർ എണീറ്റ് നടക്കും. അസുഖമില്ലെങ്കിൽ പിന്നെ എല്ലാവരും കാണുക, അവർക്ക് എണീറ്റ് നടക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായില്ല ആശാനെ, അതായത് അമ്പു അസുഖം മാറിയാലും എണീറ്റ് നടക്കും. പക്ഷേ സുഹാസിനി ചേച്ചിയും ഹേമ ചേച്ചിയും അസുഖം മാറിയാലും എണീറ്റ് നടക്കില്ല. അതെന്താ? അവര് അസുഖം അഭിനയിച്ച് ആ വീൽ ചെയർ തന്നെ ഇരിക്കാനേ വഴിയുള്ളൂ. നീ എന്തൊക്കെയാണ് കനക ഈ പറയുന്നത്? അസുഖം മാറിയ പിന്നെ അവരെന്ത് ചെയ്യും? വീൽ ചെയറിൽ തന്നെ ഇരിക്കണം. മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. സുഹാസിനി ചേച്ചി അസുഖം മാറി അതിൽ നിന്ന് എണീറ്റാലും ഈ വീട്ടിലെ പണികൾ ആര് ചെയ്യും? സുഹാസിനി ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി. ഇതുപോലെ തന്നെ ഹേമേച്ചയുടെ അവസ്ഥ. അതുകൊണ്ടാ പറഞ്ഞത് ഇവർ രണ്ടുപേരും എണീക്കില്ലാന്ന്. അതൊരു പ്രശ്നം തന്നെയാണ്. അല്ലടാ, അപ്പൊ ഒരു സുഖമായി എന്നറിയാൻ എന്താ മാർഗം? ആശാന്റെ മനസ്സിൽ വല്ല ഐഡിയയും തെളിഞ്ഞു വരുന്നുണ്ടാ? ആ, വഴിയുണ്ട്. കള്ളദീനം കാണിച്ചിരിക്കുന്ന ഇവളുമാരുടെ മുട്ടുകാല് വെച്ച് നല്ല അടി വെച്ചു കൊടുക്കും. അസുഖം അല്ലെങ്കിൽ രണ്ടും എഴുന്നേറ്റ് ഓടിക്കോളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആശാനെ. എന്ത് പ്രശ്നം? അടി ആരടിക്കും? ആശാൻ അടിക്കോ? ഞാൻ അടിക്കില്ല. അതാണ്. അതാണ്. എങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്. എന്തു വഴി? ഈ നായങ്കരണ പൊടിയില്ലേ, അതറിയാതെ ഇവളുമാരുടെ മേത്തേക്ക് ഇട്ട് കൊടുക്കും. രണ്ടും മാന്തിക്കൊണ്ട് ജീവനം കൊണ്ട് ഓടിക്കൊള്ളൂടാ. അത് ആശം പ്രയോഗിക്കും. അത് ഞാൻ വിശാസികൾ ഇവിടെ എങ്ങനെയുണ്ടോ? നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ ഏറ്റില്ലേ. അതല്ല ആശാനെ, പിന്നെ അടക്കം ഇവിടെ വേണോ അതോ പൊതു ശ്മശാനത്തിൽ വേണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ട്. ആരുടെ? ആശാന്റെ. ഓ ഞാൻ പോവാ. എവിടേക്ക്? അമ്പുവിന്റെ തുണികൾ കഴുകണം. നല്ല ഷെഡ് വരെ കഴുകണം. ഞാൻ ഇവിടത്തെ വാഷിംഗ് മെഷീൻ ആണല്ലോ. രൂപം കൊണ്ട് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ തോന്നും. എന്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് തരണ്ട ഈശ്വര. വീട്ടിലേക്ക് നോക്കാൻ തന്നെ പേടിയാവാ. പിടിക്കുന്നില്ലല്ലോ. കുറേശ്ശെ മൂട് കിട്ടുന്നില്ല അമ്പോട്ടാ. തലയ്ക്ക് ചെറുതായിട്ടൊരു ആട്ടം തോന്നില്ലേ? ഞാൻ ഒരു ആട്ടങ്ങ് വെച്ചേരട്ടാ. സോനിച്ചാ, ആ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് നീ അങ്ങ് മറച്ചു. ഞാൻ കുടിച്ച കഷായത്തിലും മദ്യം ലെവലേശം ഇല്ലായിരുന്നു. സുനിച്ചാ, ഞാൻ ഇന്നലെയും കുടി തുടങ്ങിയതല്ല. അറിയാം. മദ്യം തൊട്ടാൽ എനിക്കറിയാം. അത് തന്നെയാ നാട്ടുകാര് പറയുന്നത്. അമ്പു മദ്യം തൊട്ടാ 4 ആൾ അറിയുമെന്ന്. ഇവിടുന്ന് എഴുന്നേറ്റ് ഒരു ചവിട്ടി തൊട്ടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് പറ്റാഞ്ഞിട്ടാ. അതെനിക്കറിയാം. നീ എന്നെ തേച്ചൊട്ടിച്ചു അല്ലേ? ഉറപ്പ്? എന്റെ അമ്പുണ്ണ, അത് മാത്രം പറയരുത്. ചങ്കെടുത്ത് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാൻ അതും പറിച്ച് മുന്നു വെച്ചേനെ ടച്ചിങ്സ് ആയിട്ട്. ഓ, നിന്റെ ചങ്കല്ലേ? തൊട്ട് നോക്കിയാൽ ആള് ചാവും. അത്ര വിഷ. എന്റെ അമ്മയാണ്, എന്റെ അച്ഛനാണ് കുടിക്കുന്ന മദ്യമാണ് സത്യം. ഒരര വാങ്ങി കഷായത്തിനകത്ത് ഒഴിച്ച അമ്പൂട്ടാ. ഓ, പക്ഷേ എന്നിട്ടും നിങ്ങൾക്കൊരു കുത്തലില്ലാത്ത എന്താണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. മദ്യം കഴിച്ചായിട്ട് തോന്നുന്നുണ്ടോ? ഓ, കുറച്ചു നേരം കൂടി ഞാൻ നോക്കും. എന്നിട്ടും എനിക്കൊന്നും തോന്നിയില്ലെങ്കിൽ മിക്കവാറും ഇവിടെ ഒരു കുത്തു കിടക്കും. അങ്ങനെ തീർന്നു പിടിക്കല്ലേ അമ്പോട്ടാ. ചിലപ്പോ പതുക്കെ പതുക്കെ തലയ്ക്ക് പിടിക്കുന്നതായിരിക്കും. നോക്കാലോ, സമയണ്ടല്ലോ. മിക്കവാറും ഇവിടെ ഒരു കുത്തു കിടക്കും. അങ്ങനെ തീർന്നു പിടിക്കല്ലേ അമ്പോട്ടാ. ചിലപ്പോ പതുക്കെ പതുക്കെ തലയ്ക്ക് പിടിക്കുന്നതായിരിക്കും. നോക്കാലോ, സമയണ്ടല്ലോ. പക്ഷെ തലയ്ക്ക് പിടിച്ചില്ലെങ്കിലേ നിനക്ക് സമയമില്ല കേട്ടോ. ഈശ്വര, തലയ്ക്ക് മത്ത് പിടിച്ചില്ലെങ്കിൽ ആ ആദ്യ കയറി ഇയാൾക്ക് ഭ്രാന്താവോ?
എന്നാലും ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ആ അരക്കുപ്പി മദ്യത്തിന്റെ ഫിറ്റ് എവിടെ പോയി? നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് കാര്യം. എന്താണത്? ഭൂമി കറങ്ങുന്നുണ്ടോടി? അപ്പൊ സാറ് പറഞ്ഞത് നേരാടി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞാ മതി. ഏത് ചക്ക്? ആരുടെ കൊക്ക്? എടാ അമ്പൂന് വെച്ചത് എവരെടുത്ത് അടിച്ചെന്ന്, അതാണ് കാര്യം. അപ്പൊ കള്ളടിച്ചിട്ടല്ലേടി